ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. അതേസമയം പാളികൾ പരിശോധിക്കാൻ SIT ദേവസ്വം ബോർഡിനോട് അനുമതി തേടിയിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമനും ഹരിമോഹൻ വിവരങ്ങളുമായി. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്കാണ്. പ്രവീൺ, ഇപ്പോൾ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണോ അറിയാനാകുന്നത്? ഈ കേസിൽ, സ്വർണ്ണപ്പാളി കേസിൽ എന്താണ് ജയശ്രീയുടെ പങ്കായി SIT കണ്ടെത്തിയിരിക്കുന്നത്? സ്മൃതി, ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ ദ്വാരപാലക ശില്പ പാളികൾ ആ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ അവിടെ പരിഗണിച്ചില്ല. അതിനെ തുടർന്നാണ് പത്തനംതിട്ട കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമായതിനാൽ തന്നെ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ചില പ്രതികൾ ഉൾപ്പെടെ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ കോടതി അത് അനുവദിച്ചിട്ടില്ല. അതേ രീതി തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട കോടതിയിലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ദ്വാരപാലക ശില്പപാളികളുമായി ബന്ധപ്പെട്ട് രേഖകളിൽ സ്വർണം എന്നതിന് പകരം അത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജയശ്രീയിലേക്കും എത്തിയിരുന്നത്. നേരത്തെ തന്നെ ജയശ്രീയുടെ മേളിലേക്ക് ഇത്തരം സംശയങ്ങളൊക്കെ പോയിരുന്നു. പക്ഷേ അവരിൽ നിന്നൊരു വിശദീകരണം എടുക്കാനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അവരെ കാണാനോ ഇതുവരെ കഴിഞ്ഞില്ല. നമുക്കറിയാൻ കഴിയുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതികരണത്തിനോ അവരുടേതായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നതിനോ ഇതുവരെ അവർ തയ്യാറായിട്ടുമില്ല. ആകെ അവർ കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണ് ചെയ്തത്. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോടതി അത് അനുവദിക്കുന്നുമില്ല. ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. കാരണം ഏത് സാഹചര്യത്തിലാണ് അത്തരം രേഖകൾ തയ്യാറാക്കിയത്, അതിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിക്ക് എന്താണ് പങ്കുള്ളത് എന്ന് SITക്ക് കൃത്യമായും ചോദിച്ചറിയേണ്ടി വരും. അതിന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജയശ്രീ മുന്നോട്ട് പോയത്. പക്ഷേ കോടതി അത് അനുവദിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഹരിമോഹനിലേക്ക് പോകുന്നു. ഹരിമോഹൻ, അടുത്ത അറസ്റ്റ് ജയശ്രീയുടേതാകും എന്നാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ പത്മകുമാറിനോട് പെട്ടെന്ന് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും സ്മൃതി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ. കാരണം ജയശ്രീയുടെ ഉത്തരവുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ ലഭിക്കാൻ ഇടവരുത്തിയത് എന്നുള്ളതാണ് SITയുടെ ഒരു കണ്ടെത്തൽ. അതായത് സാങ്കേതികമായും ദേവസ്വം സെക്രട്ടറിയാണ് ഇതിന്റെ എല്ലാ ഉത്തരവുകളും തയ്യാറാക്കേണ്ടത്. ആ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി നടപടികളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും എല്ലാം തന്നെ കൊടുത്തുവിടാം എന്നുള്ള ഉത്തരവ് തയ്യാറാക്കിയിരിക്കുന്ന ദേവസ്വം സെക്രട്ടറി S ജയശ്രീയാണ്. സാങ്കേതികമായി ആ ജയശ്രീയുടെ പേരടക്കമുള്ള ഉത്തരവുകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജയശ്രീക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വ്യക്തി കൂടിയാണ് ജയശ്രീ. അതിന് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വാസു അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശവും വാസു അടക്കമുള്ള ആളുകളുടെ ചില നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ഈ വ്യക്തികളിൽ ഉണ്ടാവാം. പക്ഷേ സാങ്കേതികമായി അവർ ഈ ഉത്തരവുകൾ തയ്യാറാക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു, അതിൽ നിന്ന് സ്വർണം കവരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഇടപെട്ടിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ജയശ്രീയുടെ അടക്കം അറസ്റ്റ് അനിവാര്യമാണ് എന്നുള്ളതാണ് SIT കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് അറസ്റ്റിനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, SITയെ സംബന്ധിച്ചൊരു പ്രധാന പ്രശ്നമുള്ളത് ജയശ്രീയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നുള്ളതാണ്. വൃക്ക മാറ്റിവെച്ചത് പ്രകാരം ജയശ്രീ ഇപ്പോൾ വിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക തുടങ്ങിയ നടപടികളൊക്കെ തന്നെ എങ്ങനെയാണ് സാധിക്കുക എന്ന ചില ചോദ്യങ്ങൾ SITയുടെ മുൻപിലുണ്ട്. ഏതായാലും അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മുൻകൂർ ജാമ്യാപേക്ഷ. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്.